നിങ്ങൾ രാവിലെ പോയി എടുക്കുന്ന രാവിലെ ഇതിപ്പോ ടേസ്റ്റ് ഉണ്ടാവില്ല അല്ലേ? ടേസ്റ്റ് ഉണ്ടാവില്ല. തോട് ഇങ്ങനെ കൂട്ടിയിടുന്ന ഇവിടെ ഇപ്പൊ നീന്തല് പഠിച്ച കോളാത്. രാവിലെ തന്നെ നമ്മള് മുരുകർച്ചി പിടിക്കുന്ന കാണാൻ വന്ന നമ്മളെ നാട്ടില്. പിന്നെ രാവിലെ നമ്മൾ 6 മണിക്ക് എണീച്ചതാണ്. പക്ഷെ നല്ല മഴ അല്ലേ? മഴ ആയിട്ട് കുറച്ച് ലേറ്റായി എണീക്കാൻ വേണ്ടി. നല്ല മഴയായിട്ട് നമ്മള് പോസ്റ്റ്പോൺ ചെയ്തതാണ്. നിങ്ങളെ നാട്ടിലൊക്കെ ഉണ്ടോന്ന് അറിയാത്തത്? ഇത് ഏതൊക്കെ ജില്ലയിലാണ് സുപരിചിതമായത് പറയണേ. രാവിലെ ആട്ടോ ഇവിടെ എന്താ പറയാ മുരു പറിക്കുന്ന സമയം 2-3 തോണിക്കാർ എന്നിട്ട് പറിച്ചോണ്ടിരിക്കുക. പറക്കല്ല, അത് എടുത്ത് കൊണ്ടുവന്നിട്ട് ഇവിടുന്ന് പൊളിക്കുകയാണ്. ഒന്നാമത് എന്താ വെച്ചാൽ ഇവിടെ ഭയങ്കര ചളിയൊക്കെ നല്ല മഴ പെയ്തിട്ട്. നിങ്ങൾ രാവിലെ പോയി എടുക്കുന്ന? ഞാൻ ഇവിടെ തന്നെ. ആ ഇതിപ്പോ ടേസ്റ്റ് ഉണ്ടാവില്ല അല്ലേ? ടേസ്റ്റ് ഉണ്ടാവില്ല. അത് മഴക്കാലം കൊണ്ടാ. ഇതതിന് കാര്യമായിട്ട് ഏത് മാസം ഉണ്ടാവാ? ഇതിപ്പോ എല്ലാ സമയം എടുക്കും. ഇത് സീസൺ എന്ന് പറഞ്ഞാല് ഡിസംബർ തൊട്ട് കൂടുതലുള്ള സമയമായി ആണ് ഇത് ഉണ്ടാകുക, പൊടിയ. ഏപ്രിൽ മെയ് മാസം വരെ നല്ല ഉപ്പായിരിക്കും. അതുപോലെ എന്താ പറയാ തോട് ഇങ്ങനെ കൂട്ടിയിടുന്ന ഇവിടെ ഈ ഒരു ഭാഗത്താണ് മെയിനായിട്ടുള്ളത്. ഈ ഒരു ഏരിയ തന്നെയല്ലേ നിങ്ങൾ ഫുള്ളായിട്ട് എടുക്കുന്നല്ലേ? ഈ ഇവിടെ കാലിക്കറ്റ് വേറെ അവിടെ എടുക്കുന്നുണ്ടോ മെയിനായിട്ട്? അത്തോളം തന്നെയല്ലേ എടുക്കുന്നത്? ഈ തോട് കോയമ്പത്തൂർ പോവും. മറ്റേ ഇവിടെ നമ്മള് ബസ്സിൽ ഇരിക്കുന്ന സ്ഥലത്ത് അത് കാണേ എന്താ ഇതിനോട് എന്താ ഉപകാരമുണ്ട്? അതായത് സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മളെ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ആദ്യമായിട്ട് ഇവളെ വീട്ടിലെത്തിയപ്പോഴാണ് ഇത് കഴിക്കുന്നത്. അപ്പൊ ഞാൻ അപ്പം മുതൽ ഞാൻ വിചാരിച്ചു കഴിക്കണം എന്നുള്ളത്. കഴിച്ചപ്പോ ടേസ്റ്റ് ഉണ്ട് അല്ലേ? ഫ്രൈ ഒക്കെ ആക്കിയിട്ട് അങ്ങനെ ഇതിന്റെ ഉറിവിടം കാണാൻ വന്നതാ. കണ്ടോ, ഇതൊക്കെ തോല് ആക്കി വെച്ചതാ. അതങ്ങനെ പൊളിച്ചിട്ട് ഈ തോല് ഇവിടെ നമ്മൾ കയറ്റി വയ്ക്കുമല്ലേ. എൻ്റെ അമ്മ പോകുന്ന വഴികൾ കുറച്ച് സീനാണ്. മാരകമായിട്ടുള്ള ചെരുപ്പൊക്കെ പിന്നെ കാണിച്ചു തരുന്നില്ല. എന്റെ വീട്ടിലെ നല്ല ചളിയാണ്. നല്ല ചളിയാട്ടോ ഇവിടെ. മഴ പെയ്തിട്ട് രാവിലെ ഇറങ്ങണം വിചാരിച്ചു. രാവിലൊക്കെ ഒടുക്കത്തെ മഴ. ഇത് വാങ്ങണമെന്നുണ്ടായിരുന്നു. പക്ഷെ എന്താ പറയാ, ഇപ്പത്തെ മഴത്തിന് വലിയ ടേസ്റ്റ് ഇല്ല എന്നാ പറയുന്നത് അല്ലേ? ആദ്യം വെയിലത്തൊക്കെ നല്ല ടേസ്റ്റ്, നല്ലൊരു ഉപ്പിന് ചോയൊക്കെ ഉണ്ടോ മഴ ഇല്ലാത്ത സമയത്ത്. മഴയില്ലാത്ത സമയത്തൊന്നും വാങ്ങിക്കും. ഓരോ തോണിയിൽ എടുത്തു കൊണ്ടുവരാ. ഇവിടെ കൊറേ ആൾക്കാരുണ്ട് തോണി എടുക്കും. അതൊരു തോണിയിൽ എവിടെ നിന്നും എടുത്തു കൊണ്ടുവരാ. എന്നിട്ട് ഓരോ അവിടെ ഇരുന്ന് പൊളിക്കും. എന്നിട്ട് കൊണ്ടുപോയി ഓടേക്കിട്ടേക്കും. പോയിക്കോ, ചളിയിലായി. ഇങ്ങോട്ടേക്ക് ഒരു കൊടൈ, തന്നെക്കാട്ടി വലിപ്പമുള്ള കൊടൈ ആയിട്ട് ഇറങ്ങി. ഏതാ വൈ? നല്ല നല്ല ചെറിയ തോട് വരത്ത വയ്യ. നമ്മളൊന്നാമത് മയക്കും എടുത്തില്ല. എന്താ പ്രകൃതി രമണീയമായി കിട്ടിക്കോടക്ക്. അതിന്റെ അടുക്ക് മരപ്പില്ല. എന്താ കറിയുന്നത്? നമ്മളെ വണ്ടി അവിടെ വെച്ചിട്ട് നമ്മൾ അവിടെ വരെ നടന്നതാണ് ചളിയില് അല്ലേ? പക്ഷെ രസമുണ്ട്. ഇവിടെ നിന്നാണ് ഈ ഒരു അത്തോളി മെയിനായിട്ട് ഈ മുരുകർച്ചി എടുത്തുകൊണ്ടുവന്നുണ്ടോ. ഇവിടെ 3-4 ആൾക്കാർ തോണി പോവും. അത് ഇവിടെ കൂടുതൽ എടുക്കുന്നത്. പിന്നെ രണ്ട് ചേച്ചിമാരുണ്ടല്ലോ അപ്പുറത്ത്. ഇത് എന്താ പറയാ,
പൊളിക്കാൻ നിൽക്കുന്നല്ലേ. പക്ഷെ അവിടെയൊക്കെ പോണേ നല്ല ചളിയാ, അതുകൊണ്ട് പോയില്ല. നൈസായിട്ട് പോവല്ലേ. മഴ ചെറുതായിട്ട് പൊടിയുന്നുണ്ട്. ഇനി ഇവിടെ എന്തുണ്ടെങ്കിൽ ഞാനും ഇവളും പോസ്റ്റ് ആവും. ആരേ എന്ത് നോക്കുന്നത്? ആരാ ഈ രണ്ടെണ്ണം രാവിലെ തന്നെ വന്നത്? ഇവിടെ പണ്ട് പരിചയമില്ലല്ലോ. എനിക്ക് വന്ന പുതിയ തോണികൾ വന്നില്ലേ, ആളാണ് എന്തൊക്കെ. അങ്ങനെ രാവിലെ തന്നെ നമ്മൾ മുരുകർച്ചയൊക്കെ പൊളിക്കുന്ന കണ്ടിട്ട് ഇങ്ങനെ തിരിച്ച് ഇങ്ങനെ റൈഡിൽ വീട്ടിലോട്ട് പോവാ. ഇപ്പൊ നീന്തൽ പഠിച്ച കുളാത്, നീന്തൽ പഠിച്ച കുളം. ഓർമ്മകൾ പുതുക്കാൻ വന്നതാ അല്ലേ? അല്ലേ? നീന്തൽ പഠിക്കാൻ വന്ന്, പക്ഷെ നീന്തൽ പഠിച്ചിട്ടില്ല. നീന്താനൊക്കെ അറിയാം അവൾക്ക്. കുറച്ച് ഇങ്ങനെ അങ്ങനെ ഇങ്ങനെ തോഞ്ഞു പോകും. ഇവിടെ ഇപ്പൊ സ്കൂൾ ഉണ്ടായിട്ടാണ് കുട്ടികളൊന്നും ഇവിടെ കാണാത്ത, അല്ലാണ്ട് ഇവിടെ ഫുള്ള് കുട്ടികളാണ്. ഇപ്പൊ ഉണ്ടാവലുണ്ട്. ഓരിപ്പോഴാണ് മഴ പെയ്യുന്ന സമയത്താണ്. ഇല്ല, ഇപ്പൊ കുളിക്കാൻ വരലുണ്ട് ഇവിടെ. പക്ഷെ വെള്ളം നല്ല വൃത്തിയായില്ലേ? ഇവര് കുളിക്കുന്നതിന് മുന്നേ ഇവര് ക്ലീനൊക്കെ ചെയ്യും. ക്ലീനൊക്കെ ചെയ്തിട്ട് ഇറങ്ങാം. ഇവന്റെ വീടിന്റെ തൊട്ടടുത്തുള്ള സ്ഥലം കേട്ടോ. ഇവന്റെ വീടിന്റെ ബാക്കിൽ തന്നെയുള്ള സ്ഥലം. ഈ ഇവിടുത്തെ ഫോട്ടോ ഒക്കെ ഉണ്ട് പണ്ട്. ആരും ആശാത്തി നീന്തുന്നൊക്കെ. പക്ഷെ എനിക്ക് തീരെ നീന്താറില്ല. പക്ഷെ അവൾക്ക് പിന്നെ അറിയട്ടോ. അതാ ഇങ്ങനെ ഫ്രണ്ട്സൊക്കെ വന്നപ്പല്ലേ. എനിക്ക് തീരെ നീന്താറില്ല. പക്ഷെ അവൾക്കറിയാം. അവളെ അങ്ങനെ മാരൊക്കെ നീന്തലൊന്നല്ലെങ്കിൽ ഇങ്ങനെ 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 തിരി തിങ്ങനെ പോകും. ഇനി മറ്റേ അന്ന് നമ്മളെ ട്രിപ്പ് പോയ സമയത്ത് സ്വിമ്മിംഗ് പൂളിൽ ഇങ്ങനെ തിരിച്ചിങ്ങനെ പോകുന്നുണ്ടല്ലോ. എന്നാലും എന്റെ ഇതിൽ അതൊക്കെ നീന്തലാട്ടോ. ആണോ? ഞാൻ നോക്കുമ്പോ ഒരാളെങ്ങനെ തിരുത്തിയായിട്ട് വെല്ല പോകുന്നു. ഇന്ന് നമ്മളെ പരിപാടികളാ. രാവിലെ നമ്മളിങ്ങനെ മറ്റേ മുരുകർച്ചിന്റെ കാണാൻ പോയി. മുരുകർച്ചി ഭയങ്കര ടേസ്റ്റുള്ള സാധനം കേട്ടോ. ഭയങ്കര ടേസ്റ്റ്. ഫ്രൈ ചെയ്താലൊക്കെ ഭയങ്കര, പൊരിച്ചു കഴിഞ്ഞാല് പറയണ്ട. പക്ഷെ ഇപ്പൊ ഒരു പറയുന്ന ടേസ്റ്റ് ഇപ്പൊ മഴ പെയ്തേ കൊണ്ട് ടേസ്റ്റ് ഇല്ല എന്ന് പറയുന്നത്. ഞാനും കഴിച്ചു കിട്ടോ. പക്ഷെ ഇത് ഈ ഓയിസ്റ്റർ എന്ന് പറയുന്നില്ലേ, ഈ ഓയിസ്റ്റർ എന്ന് പറയുന്നത് ഇവിടെ നല്ല ടേസ്റ്റാ. എവിടെ അറിയാം, ഈ ഇംഗ്ലീഷുകാരൊക്കെ ഇല്ലേ ഓയിസ്റ്റർ പച്ചക്കൊക്കെ തിന്നു. ഈ ഇപ്പൊ നമ്മള് രാവിലെ മുറിച്ചിൻ അല്ലാതെ പോയില്ലേ, പോലെ നമ്മൾ പറഞ്ഞെന്താ അറിയോ, ചില ആൾക്കാർ എന്താ പറയുക, അത് പച്ചക്കില്ലേ ഇങ്ങനെ തോലിങ്ങനെ പിളർന്നിട്ട് അങ്ങനെ കഴിക്കും. ഉപ്പ് കൂട്ടി ചില കഴിക്കും, അങ്ങനെ കഴിക്കും. ലെമണ് അങ്ങനെയൊക്കെ വെച്ചിട്ട് കഴിക്കും. എന്റെ വീടിനടുത്ത് എന്തൊക്കെ ഉണ്ട്, ആശികാരുടെ വീടിനടുത്ത് എന്തെങ്കിലും ഉണ്ട്. എന്റെ വീടിനടുത്ത് റെയിലുണ്ട്. പിന്നെ എന്റെ വീടിനടുത്തുള്ള സ്ഥലം നമ്മൾ പണ്ട് എടുത്തിട്ടുണ്ട്. ഒരു ചെറിയൊരു വയലുമാതിരി എന്റെ ഒരു കസിന്റെ വീടിന്റെ അടുത്ത്. അത് മാത്രമല്ല ഇവിടെ അങ്ങോട്ട് വരാത്തേം കൊണ്ടാ. എറണീക്കല് 2 പോയ ഒരു കടലും 2 പോയ ഒരു തോട് ഒന്നാണ്. അതേമാതിരി ഇവിടെ അങ്ങോട്ട് പോയാലും റെയിലൊക്കെ ഉണ്ട്. ഇവള് ഗ്രാമവാസി, ഞാൻ സിറ്റി വാസൻ. അതാ വ്യത്യാസം. ഞാന് മുമ്പ് വന്നപ്പോ ഈ വെള്ളം ഉണ്ടല്ലോ, അതിന്റെ പേര് വന്ന സമയത്ത് ഫുള്ളും ഇങ്ങനെ അയക്കായി കിടക്കും. മഴ ഇല്ലാത്ത സമയത്ത് മഴ സമയത്ത്. പക്ഷെ ഇപ്പൊ നല്ല തെളിച്ചുണ്ട്, താടിയൊക്കെ കാണുന്നുണ്ട്, നല്ല വൃത്തിയുണ്ട്. അതെ ഇവളാ എന്താ പറയാ, എന്താ അവിടെ നിൽക്കുന്ന പോലെ കാണിച്ചു കിടക്കോളാം. കടന്നോ, തെളിച്ചല്ലേ അല്ലേ? ഇതിങ്ങനെ അല്ലാട്ടോ ഉണ്ടാവല്, ഇപ്പോഴാണോ തെളിച്ചാൻ വെച്ചതല്ലേ? ഇത് ഇതിന്റെ ബാക്ക് കാണുന്ന 3ാമത്തെ വീട് എൻ്റെ ഡീപ്പൻ്റെ തൊട്ടടുത്ത് തന്നെ. അവളെ ചൈൽഡ്ഹുഡ് മെമ്മറീസ് റീക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി വന്നു. ഞാനും അവളപ്പോൾ ഒരു ദിവസം നീന്താൻ വരുമ്പോൾ